വെൽക്കം ടു SJ A² അക്കാഡമി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? വികസന ഘട്ടങ്ങൾ, സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. രണ്ട് സ്റ്റേജസ് ആണുള്ളത്, പ്രീ നാറ്റൽ സ്റ്റേജും പോസ്റ്റ് നാറ്റൽ സ്റ്റേജും. പ്രീ നാറ്റൽ സ്റ്റേജിൽ വരുന്ന സ്റ്റേജസ് ആണ് ഫസ്റ്റ് വൺ ബീജാങ്കുരണ ഘട്ടം, ജെർമിനൽ സ്റ്റേജ്. സെക്കൻഡ് വൺ ഭ്രൂണഘട്ടം, എംബ്രിയോണിക് സ്റ്റേജ്. തേർഡ് വൺ ഗർഭഘട്ടം, ഫീറ്റൽ സ്റ്റേജ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കുന്നത്, പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്. അപ്പൊ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പോസ്റ്റ് നാറ്റൽ സ്റ്റേജ്, ജനനാന്തര ഘട്ടം. ജനനം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ശൈശവം, ഇൻഫാൻസി. 0 തൊട്ട് 3 ഇയേഴ്സ് വരെയാണ്. ജനനം മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ശൈശവം, ഇൻഫാൻസി. ദ്രുതഗതിയിലുള്ള കായിക വികസനമാണ് ശൈശവത്തിന്റെ മുഖമുദ്ര. ഇനി സെക്കൻഡ് വൺ ബാല്യകാലം, ചൈൽഡ്ഹുഡ്. 3 തൊട്ട് 12 വയസ്സ് വരെയാണ്. ഈ ബാല്യകാലത്തിലെ 3 സ്റ്റേജസ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്. 3 തൊട്ട് 6 വയസ്സ് വരെയാണ്. സെക്കൻഡ് വൺ മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്. 6 തൊട്ട് 9 വയസ്സ് വരെയാണ്. തേർഡ് വൺ അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. 9 തൊട്ട് 12 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യ ബാല്യം, ഏർലി ചൈൽഡ്ഹുഡ്, 3 തൊട്ട് 6 ഇയേഴ്സ് വരെ. 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ബാല്യം. സംഘബന്ധ പൂർവ്വകാലം, പ്രീ ഗാങ് എന്നറിയപ്പെടുന്നു. കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയേജ് എന്നറിയപ്പെടുന്നു. വിദ്യാലയ പൂർവ്വഘട്ടം എന്നറിയപ്പെടുന്ന ഘട്ടമാണ് ആദ്യ ബാല്യം. ഈ ഘട്ടത്തിൽ കുട്ടികൾ പിടിവാശിയും ശാഠ്യവും അനുസരണക്കേടും നിഷേധാത്മക സ്വഭാവവും എതിർക്കാനുള്ള പ്രവണതയും പ്രദർശിപ്പിക്കുന്നു. ഇക്കാരണത്താൽ ആദ്യ ബാല്യത്തെ പ്രശ്ന കാലഘട്ടം, പ്രോബ്ലം ഏജ് ആയി കരുതുന്നു. ഫാന്റസിയുടെ കാലമെന്നും ഈ ഘട്ടം അറിയപ്പെടുന്നു. അനുകരണ വാസന പ്രകടിപ്പിക്കുന്നു. അപ്പൊ ഇത്രയാണ് ആദ്യ ബാല്യത്തിന്റെ പ്രത്യേകതകള്. പ്രീ ഗാങ് ഏജ്, സംഘബന്ധ പൂർവ്വകാലം, കളിപ്പാട്ടങ്ങളുടെ കാലം, ടോയേജ്, വിദ്യാലയ പൂർവ്വഘട്ടം, പ്രശ്ന കാലഘട്ടം, പ്രോബ്ലം ഏജ്. ഇത്രയാണ് ആദ്യ ബാല്യത്തിന്റെ പ്രത്യേകതകള്. ഇതൊന്ന് ഓർത്തു വെക്കുക. സെക്കൻഡ് വൺ മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്. 6 തൊട്ട് 9 വയസ്സ് വരെയാണ്. 6 മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് മധ്യബാല്യം, മിഡിൽ ചൈൽഡ്ഹുഡ്. തേർഡ് വൺ പിൽക്കാല ബാല്യം അല്ലെങ്കിൽ അന്ത്യബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. 9 തൊട്ട് 12 വയസ്സ് വരെയാണ്. 9 മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പിൽക്കാല ബാല്യം, ലേറ്റർ ചൈൽഡ്ഹുഡ്. സംഘബന്ധങ്ങളുടെ കാലം, ഗാങ് ഏജ് എന്നറിയപ്പെടുന്നു. അപ്പൊ സംഘബന്ധ പൂർവ്വകാലം ഏതായിരുന്നു? ആദ്യ ബാല്യമായിരുന്നു അല്ലെ. അപ്പൊ സംഘബന്ധങ്ങളുടെ കാലം അത് ഏതാണ്? ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. പൊരുത്തപ്പെടലിന്റെ കാലം, ഏജ് ഓഫ് കൺഫോമിറ്റി എന്നറിയപ്പെടുന്നു. പ്രാഥമിക വിദ്യാലയ ഘട്ടം എന്നറിയപ്പെടുന്ന കാലമാണ് ലേറ്റർ ചൈൽഡ്ഹുഡ്. അന്തർലീന ഘട്ടം, ലേറ്റൻസി പീരീഡ്. സമപ്രായ സംഘപ്രവർത്തനങ്ങൾ, പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ശക്തമാകുന്നു. അപ്പൊ ഇത്രയാണ് അന്ത്യബാല്യത്തിന്റെ പ്രത്യേകതകള്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ഗാങ് ഏജ്, സംഘബന്ധങ്ങളുടെ കാലം. പൊരുത്തപ്പെടലിന്റെ കാലം, ഏജ് ഓഫ് കൺഫോമിറ്റി. പ്രാഥമിക വിദ്യാലയ ഘട്ടം, ലേറ്റൻസി പീരീഡ്, അന്തർലീന ഘട്ടം. ഇത്രയും കാര്യങ്ങളാണ് അന്ത്യബാല്യത്തിൽ വരുന്നത്, ലേറ്റർ ചൈൽഡ്ഹുഡിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കും. അപ്പൊ നമ്മള് പോസ്റ്റ് നാറ്റൽ സ്റ്റേജില് ഫസ്റ്റ് പഠിച്ചത് ശൈശവം, ഇൻഫാൻസി. സെക്കൻഡ് പഠിച്ചത് ബാല്യകാലം, ചൈൽഡ്ഹുഡ്. ഇനി നമ്മൾ തേർഡ് വൺ പഠിക്കാൻ പോകുന്നത് കൗമാരം, അഡോൾസൻസ്, സെക്കൻഡറി സ്കൂൾ ഘട്ടം. 12 തൊട്ട് 19 വയസ്സ് വരെയാണ്. 12 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവിതത്തിന്റെ വസന്തം എന്നറിയപ്പെടുന്ന കാലം. ജീവിതത്തിന്റെ വസന്തം എന്ന് കൗമാരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോൺ കീറ്റ്സ് ആണ്. പരിവർത്തനത്തിന്റെ കാലം, പീരീഡ് ഓഫ് ട്രാൻസിഷൻ എന്നറിയപ്പെടുന്നു. താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം, ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് കൗമാരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹോളിംഗ് ബർത്ത് ആണ്. ഞെരുക്കത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും കാലം, ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നും ക്ഷോഭത്തിന്റെയും സ്പർദ്ധയുടെയും കാലം, ദ പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രിഫ് എന്നും കൗമാരത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സ്റ്റാൻലി ഹാൾ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് പിയർ ഗ്രൂപ്പാണ്. അപ്പൊ ഇത്രയാണ് കൗമാരം, അഡോൾസൻസ്. അപ്പൊ കൗമാരത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് പറയാം. ജീവിതത്തിന്റെ വസന്തം എന്നറിയപ്പെടുന്ന കാലഘട്ടം, പീരീഡ് ഓഫ് ട്രാൻസിഷൻ, പരിവർത്തനത്തിന്റെ കാലം, താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലം, ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി,
പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പീരീഡ് ഓഫ് സ്റ്റോം ആൻഡ് സ്ട്രിഫ്, ഇത്രയും കാര്യങ്ങൾ കൗമാരത്തിലെ ഓർത്തു വെക്കണം. ഫോർത്ത് വൺ പ്രായപൂർത്തി, അഡൾട്ട്ഹുഡ്, 20 തൊട്ട് 60 വയസ്സ് വരെയാണ്. 20 മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രായപൂർത്തി, അഡൾട്ട്ഹുഡ്. ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദീർഘമായ കാലഘട്ടം. പ്രായപൂർത്തി ഘട്ടത്തെ രണ്ടായി തരംതിരിക്കാം. ഫസ്റ്റ് വൺ യൗവന കാലഘട്ടം, യങ് അഡൾട്ട്ഹുഡ്, 20 തൊട്ട് 40 വയസ്സ് വരെയാണ്. സെക്കൻഡ് വൺ പക്വത കാലഘട്ടം, മെച്വർ അഡൾട്ട്ഹുഡ്, 41 തൊട്ടിട്ട് 60 വയസ്സ് വരെയാണ്. ഫിഫ്ത് വൺ വാർദ്ധക്യം, ഓൾഡ് ഏജ്, 60 വയസ്സിന് ശേഷമാണ്. 60 വയസ്സിന് ശേഷമുള്ള കാലഘട്ടമാണ് വാർദ്ധക്യം, ഓൾഡ് ഏജ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് പോസ്റ്റ് നാറ്റൽ സ്റ്റേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അതിൽ ആദ്യം വരുന്നത് ശൈശവം, പിന്നെ വരുന്നത് ബാല്യം, തേർഡ് വൺ വരുന്നത് കൗമാരം, ഫോർത്ത് വൺ പ്രായപൂർത്തി, ഫിഫ്ത് വൺ വാർദ്ധക്യം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആദ്യ ബാല്യം, അന്ത്യബാല്യം, കൗമാരം. ഈ ഭാഗങ്ങൾ നന്നായി പഠിക്കുക. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.